സോ അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജനറ്റിക് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ്? നമ്മൾ പറഞ്ഞു ഈ ഫാക്ടേഴ്സാണ് ഇവല്യൂഷണറി ഏജൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഇവല്യൂഷന് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ ആ പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസിക്ക് കാരണമാകുന്നത് ഈ ഫാക്ടേഴ്സാണ്. സോ പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസിക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആ ഫാക്ടേഴ്സിനെ നമ്മൾ ഇവല്യൂഷണറി ഏജൻസ് എന്ന് വിളിക്കുന്നു. സോ 5 ഫാക്ടേഴ്സാണ് ജനറ്റിക് ഇക്വിലിബ്രിയം, ഹാർഡി വെയിൻബർഗ് ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ജീൻ മൈഗ്രേഷൻ, രണ്ടാമതായിട്ട് ജനറ്റിക് ഡ്രിഫ്റ്റ്, മൂന്നാമത് മ്യൂട്ടേഷൻ, നാലാമത് ജനറ്റിക് റീകോമ്പിനേഷൻ, അഞ്ചാമത് നാച്ചുറൽ സെലക്ഷൻ. സോ ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ഈ 5 ഫാക്ടേഴ്സാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഥവാ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ തകരാറിലാക്കുന്നത്. സോ ആ ഇക്വിലിബ്രിയം തകരാറിലാവും, അതിലൊരു ചേഞ്ച് അല്ലെങ്കിൽ ഡീവിയേഷൻ വരുമ്പോഴാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഇവല്യൂഷണറി ഏജൻസ് എന്നും പറയുന്നു. സോ ആദ്യത്തെ ഫാക്ടറാണ് ജീൻ മൈഗ്രേഷൻ അഥവാ ജീൻ ഫ്ലോ. ജീൻ മൈഗ്രേഷൻ ആൻഡ് ജീൻ ഫ്ലോ വേർഡിൽ തന്നെയുണ്ട്. ജീനുകൾ മൈഗ്രേറ്റ് ചെയ്യുക, ഒരു പോപ്പുലേഷനിലുള്ള ഓർഗാനിസം വേറൊരു പോപ്പുലേഷനിലേക്ക്, ഒരു സ്പീഷീസിൻ്റെ ആ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താ? ജീനുകളാണ്. ഓർഗാനിസം പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന ജീനുകളാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ജീൻ മൈഗ്രേഷൻ അഥവാ ജീൻ ഫ്ലോ എന്ന് പറയപ്പെടുന്നു. സോ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ഓഫ് എ സ്പീഷീസ്, ഒരു സ്പീഷീസിൻ്റെ 2 ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ ജീനുകൾ തമ്മിൽ കൈമാറുമ്പോഴാണ് ജീൻ മൈഗ്രേഷൻ അഥവാ ജീൻ ഫ്ലോ എന്ന് പറയാം. ജീൻ കൈമാറുക അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോപ്പുലേഷനിലുള്ള ഓർഗാനിസം അങ്ങോട്ട് പോവുകയോ ആ പോപ്പുലേഷനിലുള്ള ഓർഗാനിസംസ് ഇങ്ങോട്ട് വരികയോ ചെയ്യുമ്പോഴാണ് അതിനെ ജീൻ മൈഗ്രേഷൻ. ഓർഗാനിസംസ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോന്നാലും ഈ 2 ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ തമ്മിൽ ഓർഗാനിസംസ് മൈഗ്രേറ്റ് ചെയ്താലും എന്താണ് സംഭവിക്കുന്നത്? ജീൻ മൈഗ്രേഷൻ ആണ് സംഭവിക്കുന്നത്. So the addition or removal of alleles when enter or exit a population. So ആ പോപ്പുലേഷനിലുള്ള ഓർഗാനിസം ഈ പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പോപ്പുലേഷനിലുള്ള ഓർഗാനിസംസ് ആ സ്പീഷീസ് മറ്റേ പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അതാണ് എൻ്റർ ഓർ എക്സിറ്റ്. എന്താണ് സംഭവിക്കുന്നത്? മേ ബി അഡീഷൻ ആവാം, ഇങ്ങോട്ട് വരുമ്പോൾ അഡീഷൻ, ഇമിഗ്രൻസ്, അങ്ങോട്ട് പോകുമ്പോൾ എമിഗ്രൻറ്റ്, റിമൂവലാണ്. സോ അഡീഷൻ ഓർ റിമൂവൽ ഓഫ് അലീൽസുകളാണ്, ആ ജീൻ ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നത് ഇൻ എ പോപ്പുലേഷൻ ഫ്രം അനദർ ലൊക്കാലിറ്റി. അങ്ങനെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന്, ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു ലൊക്കാലിറ്റിയിലുള്ള അടുത്ത പോപ്പുലേഷനിലേക്ക് ഓർഗാനിസംസ് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങോട്ട് പോവുകയോ ഇങ്ങോട്ട് പോവുകയോ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നത്, അതായത് എന്താണ് സംഭവിക്കുന്നത്? അഡീഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് അലീലുകളാണ് ഓർഗാനിസംസ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും സംഭവിക്കുന്നത് മൈഗ്രേഷൻ നടക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് തവണ മൾട്ടിപ്പിൾ ടൈംസ് ഈ പറഞ്ഞ മൈഗ്രേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജീൻ ഫ്ലോ. ഒരുപാട് ടൈം ഇതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറയും. സോ എന്താണ് സംഭവിക്കുന്നത്? ഓൾ ടുഗദർ ഡിഫ്യൂഷൻ ഓഫ് ജീൻസ്, ഇങ്ങോട്ട് വരുന്ന ജീനായാലും അങ്ങോട്ട് പോകുന്ന ജീൻ, ഡിഫ്യൂഷൻ ഓഫ് എ ജീൻസ് ഇൻ എ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ ആ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഓർഗാനിസംസ് അവിടെ തന്നെ ഡിഫ്യൂസ് ചെയ്യുന്നു, അവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു ഭാഗമായി മാറുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ഓർഗാനിസം അവിടുത്തെ പോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ആ ഓർഗാനിസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. സോ ഡിഫ്യൂഷൻ ഓഫ് ജീൻസ് ആണ് ഒരു പോപ്പുലേഷനിൽ സംഭവിക്കുന്നത്. സോ നോർമൽ ആ ജനറ്റിക് ഇക്വിലിബ്രിയം, ആ പോപ്പുലേഷനിലുള്ള ജീൻ ഫ്രീക്വൻസിക്ക് ഈ മൈഗ്രേഷൻ കാരണമോ അല്ലെങ്കിൽ ജീൻ ഫ്ലോ കാരണം എന്ത് സംഭവിക്കുന്നു? ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാവുന്നു. ഇതുമൂലം മൾട്ടിപ്പിൾ ടൈംസ് ഈ ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജീൻ മൈഗ്രേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഒരു ഇവല്യൂഷണറി ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അതായത് ഇവല്യൂഷന് കാരണമാകുന്നു. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം.